സാർ ദേ ഇതൊന്ന് നോക്കിയേ. ദേ അപ്പോ ഫോട്ടോ പ്രചരിച്ചത് ഇന്റർനെറ്റിലൂടെയാ? അതെ സാർ. ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എത്തുന്നു സാർ. എത്രയും വേഗം സൈബർ ക്രൈം സെല്ലിൽ കോൺടാക്ട് ചെയ്യണം. ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ ഫോട്ടോസ് ഇന്റർനെറ്റിൽ എത്തിയതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ സാർ. ഏത് വേഷത്തിൽ സൈബർ ക്രൈം സെല്ലിൽ പോണം? ഇങ്ങനെ പോയാലോ? ഞാനും കണ്ടു ബുക്ക്. എനിക്കെല്ലാം മനസ്സിലായി മോനെ. എന്ത് മനസ്സിലായിന്ന്? നിനക്ക് കല്യാണപ്രായമായി. എന്താ പേര്? ജയേഷ്. ജയേഷേ, സിനിമാ നടി സഞ്ജനയുടെ വിവാദമായ ഫോട്ടോസ് ഇവിടുത്തെ ഇന്റർനെറ്റിലൂടെ അല്ലേ പ്രചരിച്ചത്? എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ പൊന്നെ? ID പ്രൂഫ് ഇല്ലാതെ ആരും കമ്പ്യൂട്ടർ മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ഗവൺമെന്റ് ഓർഡർ ഇല്ലേ? ഉണ്ട് സാർ. എല്ലാ രജിസ്റ്ററും കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. എന്നത് നോക്കി പറടാ. കഴിഞ്ഞ മാസം 2-ാം തീയതി 3:30 ഏത് മറ്റവനാ നിന്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് അത് ഒപ്പിച്ചെന്ന്? ഞാൻ പറയാം സാർ. ഫ്രെയിം ന്യൂസ് സിനിമ വാരികയുടെ സബ് എഡിറ്റർ ചന്ദ്രനാ ആ ഫോട്ടോസ് കൊണ്ടുവന്നത്. കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞപ്പോ കുട്ടിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ചന്ദ്രനാണ് സാറ് താരം. താനാണോ ഇതിന്റെ MD? MD മാത്രമല്ല, ഈ സ്ഥാപനത്തിന്റെ പത്രാധിപരും ഞാനാ. ഫ്രെയിം ന്യൂസ് ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡ് മുഴുവൻ അറിയും. ചന്ദ്രൻ ഒരു സബ് എഡിറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാറേ. അയാളെ വിളി. ചന്ദ്ര, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സാറേ കാര്യം? പറയാം. ഇതാ സാറേ ചന്ദ്രൻ. ഈ ഫോട്ടോ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചത് നിങ്ങളല്ലേ? അത് ദ്രോഹി, നീയൊക്കെ കൂടി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? എന്റെ പേഴ്സണൽ ഫയലിൽ ഇരുന്ന ഫോട്ടോ ഞാൻ അറിയാതെ എടുത്ത് ഇന്റർനെറ്റിൽ ഇടുക. സാറേ, സൈബർ ക്രൈമാ ഇത്, സൈബർ ക്രൈം. ഹലോ, സൈബർ ക്രൈം തെളിയിക്കാനല്ല ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതിന് വേറെ ആളുകൾ വരും. ഓ, എനിക്കറിയേണ്ട മറ്റൊരു കാര്യം. എന്താ സാർ? നിങ്ങളുടെ പേഴ്സണൽ ഫയലിൽ ഇരുന്ന ഫോട്ടോസ് നിങ്ങളറിയാതെ ഇയാള് പൊക്കിന്ന് പറയുന്നത് കേട്ടു. എങ്ങനെ ആ ഫോട്ടോസ് നിങ്ങളുടെ പേഴ്സണൽ ഫയലിലെത്തി? അതിപ്പോ തന്നോട് കോഴിക്ക് തീറ്റിടാനല്ല പറഞ്ഞത്. പറയണം മിസ്റ്റർ ജനാർദ്ദനൻ, ആ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? പറ. ഞാൻ പറയാം സാർ. വിമൽ റോയ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ എന്നെ വിളിച്ചു. അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു സാറേ. ജനാർദ്ദനൻ അല്ലേ? അതെ. എന്റെ കയ്യിൽ കുറച്ച് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ഉണ്ട്. ഇറ്റ്സ് റിയലി എക്സ്പ്ലോസീവ് ടു. എന്ത് ഫോട്ടോകളാ ഉള്ളത്? മലയാള സിനിമയിലെ സൂപ്പർ നടി സഞ്ജനയുടെ ഹോട്ട് പിക്ചേഴ്സ്. നോ, ഞാൻ ഇത് വിശ്വസിക്കില്ല. ആ കുട്ടി അത്തരക്കാരിയല്ല. See this. It's a sample. How's it? ഈശ്വര. ഇനിയുള്ള ചിത്രങ്ങൾ ഇതിലും മനോഹരങ്ങളാണ്. മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അവൾ തുറന്നു കാട്ടാൻ മടിക്കുന്ന ശരീര സൗന്ദര്യം മുഴുവൻ പകർത്തിയെടുത്തിരിക്കുക. ഒക്കെ ഇതിലുണ്ട്. ഏയ് നോ നോ നോ, ഈ കവർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിന് ഞാനിട്ടിരിക്കുന്ന വില 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയോ? യെസ്, 10 lakhs. അത് കിട്ടിയാൽ ആ നിമിഷം ഫോട്ടോസ്, നോ ബാർഗൈനിങ്. ഇതാണ് എന്റെ മൊബൈൽ നമ്പർ. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. അത്തരം ഫോട്ടോസ് ഫ്രെയിം ന്യൂസിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ അയാളെ വിളിച്ചതുമില്ല. ഒരു പത്രപ്രവർത്തനായ നിങ്ങൾ ഈ കാര്യം എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? ഇത്തരമൊരു കാര്യം പുറലോകം അറിഞ്ഞാൽ സഞ്ജനയുടെ ഭാവി ഓർത്തിട്ടാ സാറേ. അന്ന് അയാൾ തന്ന ഫോൺ നമ്പർ കയ്യിലുണ്ടോ? എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചില്ല. ഓക്കെ, തൽക്കാലം ഞങ്ങൾ പോവാ. തിരിച്ചു വരും. പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് തോന്നിയ സാറേ, ഇവനെ 3 നോക്കി 2 കൊടുത്ത് തൂക്കി അകത്തെടുത്തെ. ഇപ്പൊ വേണ്ട ബൽറാമേ, ഇനി നമുക്ക് അവളെ ഒന്നുകൂടി കാണണം. ആരെ സാർ? നടി സഞ്ജനയെ. വിഷമിക്കാതെ. ഹൈദരാബാദിൽ 3 ദിവസം നിന്ന് കഴിയുമ്പോ മനസ്സൊക്കെ ഒന്ന് തണുക്കും. അതെ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്നല്ലേ ഗൗതം സാറ് പറഞ്ഞിരിക്കുന്നത്.
ഹലോ, സഞ്ജന മേഡവും പരിവാരങ്ങളും കൂടി എങ്ങോട്ടാ യാത്ര? ആരാ സംസാരിക്കുന്നേ? ആദ്യം എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാടുത്തിയേ. എവിടേക്കാ യാത്ര? അറിഞ്ഞിട്ട് നിങ്ങൾക്കെന്താ കാര്യം? എനിക്കെന്താ കാര്യം എന്ന് അറിയണമെന്നുണ്ടെങ്കിലേ ഏടത്തി പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഏ, ഉസ്മാനെ, പോലീസ്! ഒന്ന് വേഗം പോടോ. അവരോട് പതുക്കെ പോകാൻ പറ. ഇത് പോലീസ് വണ്ടിയാണ്, എല്ലാം കഴിയുമ്പോൾ എത്തുള്ളൂ. നീ ഇങ്ങോട്ട് മാറിയിരുന്നേ. ഓ, എന്നാ പിടിച്ചോ. ഒന്ന് വേഗം പോ സാറേ. എനിക്കിന്നൊരു പുതിയ കഥയാണ് കേൾക്കേണ്ടത്. ഏതു പെൺകുട്ടിയും മോഹിച്ചു പോകുന്ന പേഴ്സണാലിറ്റി ഉള്ള മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്. അയാളുടെ മുമ്പിലെത്തിയ സുന്ദരിയായ മോഡൽ ലീല. അത്രയും ഭാഗം ഓക്കെ, ക്ലിയർ. പിന്നെന്താണ് സംഭവിച്ചത്? പറയൂ. ഏത് പെൺകുട്ടിയും പോലെ ഞാൻ സ്നേഹിച്ചു വിമലിനെ, 100% സിൻസിയറായിട്ട് തന്നെ. പക്ഷേ എന്നോട് അയാൾ ഇങ്ങനൊരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കാണാനല്ല നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരും. പറഞ്ഞല്ലോ. ഓടി. ഓക്കെ ഓക്കെ, ബൈ. Have it. താങ്ക് യു. എന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിക്കുന്ന അനുഭവമായിരുന്നു അത്. കുഴഞ്ഞു വീണ എന്നെ അർത്ഥനഗ്നിയാക്കി ചിത്രങ്ങൾ എടുക്കുന്നത് ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അയാൾ ചെയ്തതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അത് ചോദിക്കാൻ ഞാൻ അയാളുടെ സ്റ്റുഡിയോയിലെത്തി. അന്നാണ് ഞാൻ അവന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞത്. പറയടാ, എന്തിനാ നീ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്തത്? കൂൾ കൂൾ ലീല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. ഞാൻ വെറുതെ just for fun. That's all. ഞാനിത് വിശ്വസിക്കില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? പറയടാ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഏയ് വെയിറ്റ്, എന്തിനാ ഈ ഫോട്ടോസ് എന്ന് നിനക്ക് അറിയണമല്ലേ? ഇറ്റ്സ് മൈ ബിസിനസ്. ഈ ഫോട്ടോകൾ പബ്ലിഷ് ചെയ്തിരിക്കാൻ വേണ്ടി നീ എനിക്ക് വഴങ്ങും, പിന്നെ ഞാൻ പറയുന്ന പലർക്കും. അതിനുശേഷം ഫോട്ടോ വെച്ചുള്ള അവന്റെ ഉപദ്രവം വർദ്ധിച്ചു. ഒരു ദിവസം എന്നെ തേടി ഞങ്ങളുടെ റെസ്റ്റോറന്റിലെത്തിയ അയാൾ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ ഒരു സ്റ്റാഫിന്റെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് മാനം രക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഞങ്ങൾ ഗോവ വിടാൻ തീരുമാനിച്ചു.
പിന്നെ അറിയാമല്ലോ, ലീല സഞ്ജനിയായി, മലയാളികളുടെ ഇഷ്ടതാരമായി, ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ വാങ്ങി, കുടുംബ സദസ്സുകളുടെ പ്രിയ നായികയായി പേരെടുത്ത് വരുമ്പോഴാണ് വീണ്ടും അയാൾ. എന്താ നിർത്തി കളഞ്ഞത്? പറഞ്ഞോളൂ. പിന്നെ ഞാൻ അയാളെ കാണുന്നത് ഹൈവേ സൈഡിൽ ഒരു അജ്ഞാത മൃതദേഹം എന്ന വാർത്തയില. ലീലാമ്മ സഞ്ജനയായി കേരളക്കര കീഴടക്കുമ്പോൾ വിമൽ റോയ് ഗോവ ജയിലിലായിരുന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ കേരളത്തിലേക്ക് വന്നത് ഹൈവേ സൈഡിൽ അജ്ഞാത മൃതദേഹമായിട്ട് കിടക്കാനായിരുന്നില്ല, പഴയ ലീലാമ്മയെ കാണാനായിരുന്നു. ശരിയല്ലേ? ഞാൻ പറയാം സർ. മാഡത്തിനൊരു വിസിറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു. പോയി റൂം തുറന്നോളൂ. ആ ഫോട്ടോസും കൊണ്ടായിരുന്നു അയാളുടെ വരവ്. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവ പരസ്യപ്പെടുത്തുന്നായിരുന്നു അയാളുടെ ഭീഷണി. ഞാൻ ഒരുപാട് ആലോചിച്ചു. അയാൾ ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സൽപ്പേര് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ഒടുവിൽ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് വിമലിന്റെ പിടിയിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പണവുമായി ഞാൻ ചെന്നു. പറഞ്ഞ പണം മുഴുവൻ ഇതിനകത്തുണ്ട്. യുവർ ഫോട്ടോസ് ആൻഡ് നെഗറ്റീവ്സ്. ഗുഡ് ബൈ. നിങ്ങളുടെ നിഴൽ പോലും ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? പണം മാത്രം തന്നെ എന്നെ അങ്ങ് ഒതുക്കാമെന്ന് കരുതിയോ നീ? വിമൽ, പ്ലീസ്, വേണ്ട. ഈ ഒരു രാത്രിയിലെങ്കിലും എനിക്ക് നിന്നെ വേണം. ഞാൻ കൊന്നു എന്റെ ഈ കൈ കൊണ്ട്. കൃത്യം ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊരു സഹായി ഉണ്ടായിരുന്നു. ഇത്രയും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്നത് ആരാന്ന് കൂടി പറയുന്നല്ലേ നല്ലത്. ഇല്ല, എന്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല. ഞാനാ ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാവനെ. ഓക്കെ, ആ ഫോട്ടോസ് നെഗറ്റീവ് എന്ത് ചെയ്തു? രാത്രി തന്നെ ഞാനതൊക്കെ കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയ 10 ലക്ഷം രൂപ തിരിച്ചെടുത്തോ? ഇല്ല, ആ നേരത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ അഡ്വക്കേറ്റ് സേതുലക്ഷ്മി, സഞ്ജനയുടെ ലീഗൽ അഡ്വൈസറാണ്. എന്തായി സാറിന്റെ ചോദ്യം ചെയ്യൽ? സഞ്ജനെ കൊണ്ട് കുറ്റമെല്ലാം സമ്മതിപ്പിച്ചോ? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഈ അഭിനേത്രിയെ 2ാമത്തെ പ്രാവശ്യമാണ് ഒരു കൊടും ക്രിമിനലിനെ പോലെ വഴിയിൽ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതിന് തക്കവണ്ണം എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പിക്ക് പോലും അറിയില്ല എന്ത് ലാഭത്തിന് വേണ്ടിയാ തന്റെ സബോർഡിനേറ്റ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ചൂടാവാതെ മേഡം, എന്താ പ്രശ്നം പറ. പറയാം. അതിനു മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. സഞ്ജനയുടെ മുൻകൂർ ജാമ്യം ഇത് കിട്ടാനൊരല്പം വൈകി. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഈ കുട്ടിക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇത് വാങ്ങി ഇവിടെ ഇറക്കി വിടണം മിസ്റ്റർ. മുൻകൂർ ജാമ്യം മേഡത്തിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇത് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന മുമ്പ് ഞാൻ എന്റെ ചെറിയ ശീലം പറയാം. എന്നോട് 4 വർത്താനം പറയുന്നവരോട് ഞാൻ തിരിച്ചെട്ടു പറയും.
മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീരൂപം പോലെ ആയതുകൊണ്ട് ഒരു ചെറിയ റിഡക്ഷൻ ഞാൻ 6 പറയുന്നുള്ളൂ. സിനിമാ നടി സഞ്ജനയ്ക്കും അഡ്വക്കേറ്റ് സേതുലക്ഷ്മിക്കും ഒരു നേരം മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി പീഡികത്തിണയിൽ ഇരട്ടിൽ ശരീരം വിൽക്കുന്ന പൊടിയാടി സരസുനും ഒരു ഒരൊറ്റ നിയമം. അത് ക്രിമിനലാണെന്ന് തോന്നിയാൽ സത്യം കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലാ. വേണ്ടി വന്നാൽ മേഡത്തിന്റെ കയ്യിലേക്ക് മുൻകൂർ ജാമ്യം കീറി കാറ്റി പറിച്ചിട്ട് എനിക്ക് കുട്ടി വേണമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാം. കാരണം കൊല ചെയ്തത് ഈ കുട്ടിയാണെന്ന് സമ്മതിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിന്ന് വാചകടിച്ച കഥ ഈ സാധനത്തിനും കൊണ്ടുപോ. ഞാൻ ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്തരം കരം പെട്ടി എന്തോ? കുട്ടിക്ക് കാര്യം പെട്ടി കിട്ടിന്ന് സോഡ പൊട്ടിച്ചടുക്കെ അണ്ണാക്കിലേക്ക് ഒഴിച്ചോടുക്കടാ. തൊണ്ട പറഞ്ഞിരിക്കുക കുടിച്ചടോ. പ്രതി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവരെ കസ്റ്റഡിയിലെടുക്കാതെ കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് കഷ്ടമാണ് സാർ. അതുകൊണ്ട് DVSP എന്നുള്ള നിലയ്ക്ക് സഞ്ജനയെ കസ്റ്റഡിയിലെടുക്കാൻ എനിക്ക് അനുവാദം തരണം സാർ. ജനം വയലന്റ് ആണ്. ഇപ്പൊ ആര് ചത്താലും ഏതെങ്കിലും ഒരു പാർട്ടി ഏറ്റെടുക്കല്ലേ. മോളിൽ നിന്നുള്ള ഫോൺ കോൾ കാരണം എന്റെ ചെവി അടഞ്ഞു. എന്ത് എക്സ്പ്ലനേഷനാ സത്യ തനിക്ക് തരാനുള്ളത്? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് തലയിലേറ്റ മാരകമായ അടിയാണ് മരണകാരണം. അതുകൊണ്ട് തന്നെ സഞ്ജനയ്ക്ക് ഒരു സഹായം ഉണ്ടായിരുന്നതായി നമുക്ക് സംശയിക്കാം. അയാളെ രക്ഷിക്കാൻ അവൾ കുറ്റം സ്വയം ഏറ്റതാവാം. അങ്ങനെയാണെങ്കിൽ പോലും സഞ്ജന വിമൽ റോയ്ക്ക് നൽകിയെന്ന് പറയുന്ന 10 ലക്ഷം ഉറുപ്പിക അവിടെ പോയിന്നറിയില്ല. അതുകൊണ്ട് കൊലപാതകത്തിൽ രണ്ടാമതൊരാൾ കൂടിയുണ്ടെന്നാണ് എന്റെ നിഗമനം. ഹലോ സാർ, ആ കാര്യം തന്നെയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ല, നടിയാണെന്നുള്ള യാതൊരു ആനുകൂല്യവും കൊടുക്കുന്നില്ല സാർ.